ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് എന്താണെന്ന് പഠിക്കണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പിന്റെ കുറെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണും. ഇപ്പോൾ ഇതെല്ലാം ഹൈഡായി കിടക്കുന്നത് നമ്മുടെ സീനിൽ ഒബ്ജക്റ്റുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് കുറച്ച് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യമായി ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു കോൺ ക്രിയേറ്റ് ചെയ്യുന്നു. കോൺ എടുക്കുക, കോൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സ്പിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ജിയോസ്പിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. കുറച്ച് ഒബ്ജക്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും ക്രിയേറ്റ് ചെയ്തത്. ഗ്രൂപ്പിനകത്ത് നമുക്ക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഓപ്ഷൻ ഇത് ഗ്രൂപ്പ് എന്ന് കിടപ്പുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോയിട്ട് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പിന് ഒരു പേര് കൊടുക്കുക. ഞാനിപ്പം ഗ്രൂപ്പ് 001 എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്രൂപ്പ് 1 എന്ന് പേര് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇതെല്ലാം കൂടെ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഇവിടുന്ന് മൂവ് ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റുകളും ഒന്നിച്ചാണ് മൂവ് ആവുന്നത്. ഇതെല്ലാം ഒരു സെറ്റാണ്. ഇത് ഒരു ഗ്രൂപ്പായിട്ട് മാറും. അതാണ് ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് രണ്ടാമത്തെ ഓപ്ഷനായ ഗ്രൂപ്പിലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനായ അൺഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ഗ്രൂപ്പ് അല്ല, നമുക്കിതെല്ലാം ഓരോരോ സെപ്പറേറ്റ് ഒബ്ജക്റ്റുകളായിട്ട് മാറുന്നതായിരിക്കും. ഇതാണ് അൺഗ്രൂപ്പ് ചെയ്യുന്നത്, ഇങ്ങനെയാണ്. ഇനി ഞാൻ വീണ്ടും ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അടുത്ത ഓപ്ഷൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിത് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. പിന്നെ ഞാൻ ഒരു പേര് കൊടുക്കും, ഗ്രൂപ്പ് 1 എന്ന് തന്നെ പേര് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇത് ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് ഒന്നിനും ഇപ്പൊ ഈ ബോക്സിന്റെയോ ഈ സിലിണ്ടറിന്റെയോ ഒന്നും സൈസ് വ്യത്യാസപ്പെടുത്താനോ ഒന്നും നമുക്കിപ്പോൾ പറ്റത്തില്ല. ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ സെലക്ട് ആവുന്നത് കൊണ്ട് ഒന്നിന്റെ മാത്രം സൈസ് ചേഞ്ച് ചെയ്യുക സാധ്യമല്ല. അതിനു വേണ്ടിയുള്ള ഓപ്ഷനാണ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ എടുക്കുക. ഓപ്പൺ ആയപ്പോൾ ഇത് ഓപ്പൺ ആയി. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ ബോക്സ് ഞാൻ സെലക്ട് ചെയ്തു, മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്തു. ഇതിന് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം, വിഡ്ത്ത് കൂട്ടാം, ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ റേഡിയസോ എന്തെങ്കിലും കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, അങ്ങനെ കൂട്ടാം. അതിനുശേഷം ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഗ്രൂപ്പിനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പഠിച്ചത് ഗ്രൂപ്പിലെ ഗ്രൂപ്പ്, അൺഗ്രൂപ്പ്, ഓപ്പൺ, ക്ലോസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അറ്റാച്ച് എന്താണെന്ന് പഠിക്കണം. ഞാൻ മറ്റൊരു ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് ഒരു ഗ്രൂപ്പാണ്, ഇത് ഗ്രൂപ്പ് ഇല്ലാത്തതാണ്. ഇതിനെ ഈ ഗ്രൂപ്പിലേക്ക് കയറ്റാനായിട്ട് ഇതിൽ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പിൽ പോവുക, അറ്റാച്ചിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഗ്രൂപ്പിലെ ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ബോക്സും ഗ്രൂപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ഗ്രൂപ്പിലെ അറ്റാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡിറ്റാച്ച് ആണ്. ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് എടുക്കുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പിൽ നിന്ന് ഡിറ്റാച്ച് അടിക്കുക. അതിനുശേഷം ഈ മാർക്കിംഗ് ഉണ്ടല്ലോ, ഈ മാർക്കിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യുക. ഗ്രൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പം ഡിറ്റാച്ച് ചെയ്ത ബോക്സ് ഗ്രൂപ്പിൽ നിന്ന് മാറിയതായിട്ട് കാണാം. ഇതാണ് നമ്മൾ ഡിറ്റാച്ച് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പിലെ ഗ്രൂപ്പ്, അൺഗ്രൂപ്പ്, ഓപ്പൺ, ക്ലോസ്, അറ്റാച്ച്, ഡിറ്റാച്ച് ഇത്രയും ഓപ്ഷൻ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള രണ്ട് ഓപ്ഷൻസ് പുതിയതായിട്ട് നമുക്ക് ലിങ്ക് സെലക്ഷൻ എന്താണ്, അൺലിങ്ക് സെലക്ഷൻ എന്താണ്, ഇത് രണ്ടും കൂടി നമുക്ക് പരിചയപ്പെടാം.
അതിനുവേണ്ടി ഞാൻ തൽക്കാലത്തേക്ക് ഇത് എടുത്ത് ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു വലിയ ബോക്സ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം 3 ചെറിയ ബോക്സും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ലിങ്ക് സെലക്ഷൻ എന്താണെന്ന് പരിചയപ്പെടാം. ലിങ്ക് സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഈ ചെറിയ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുന്നു. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഈ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ബോക്സ് മാത്രമായിട്ട് മൂവ് ആവും. ഓക്കെ, വലിയ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ ബോക്സും ചെറിയ ബോക്സും തമ്മിൽ മൂവ് ആവും. ഓക്കെ, ഇതാണ്. ഇതിനെ ഒരു അമ്മയായിട്ടും ഇതിനെ ഒരു കുഞ്ഞായിട്ടും കൺസിഡർ ചെയ്താൽ കുഞ്ഞ് തനിയെ മൂവ് ആവുന്നുണ്ട്, അമ്മ മൂവ് ആകുമ്പോൾ കുഞ്ഞും കൂടെ മൂവ് ആവുന്നു. അത് മാത്രമേ ഉള്ളൂ ഇതിൽ വ്യത്യാസം. ഇനി ഇതിനെ നമുക്ക് ലിങ്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിലോ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്നിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അൺലിങ്ക് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നമ്മൾ മൂവ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ അത് തനിയെ മൂവ് ആവുന്നതായിരിക്കും. ഇതാണ് ലിങ്ക് സെലക്ഷനും അൺലിങ്ക് സെലക്ഷൻ. ഇനി നമുക്ക് ഇത് മൂന്നിനെയും കൂടെ മൂവ് ആവിക്കാൻ വേണമെങ്കിലും നമുക്ക് ലിങ്ക് സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ലിങ്ക് എടുത്ത് വലിയ ബോക്സിലേക്ക് കൊടുക്കുക. ഇവിടുന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ബോക്സിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്ത് ബോക്സിലേക്ക് കൊടുക്കുക. ഇത് ആക്റ്റീവ് ആയോണെന്ന് അറിയാൻ ഇവിടെ നമുക്ക് ഫ്ലാഷ് പോലെ തോന്നും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് മൂവ് ആയി. ഇനി നമുക്കിത് മൂവ് ചെയ്യിച്ച് നോക്കാം. ഈ ബോക്സിനെ തനിയെ മൂവ് ചെയ്താൽ തനിയെ മൂവ് ആവും. ഇതിനെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മൂന്നും കൂടെ മൂവ് ആവും. ഓക്കെ, ഇതാണ് ലിങ്ക് സെലക്ഷനും അൺലിങ്ക് സെലക്ഷൻ. തിരിച്ചാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അൺലിങ്ക് സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇത് തനിയെ മൂവ് ആവുന്നത് കാണാം. ഇതാണ് ലിങ്ക് സെലക്ഷനും അൺലിങ്ക് സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം. ബാക്കിയുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.